യൂട്യൂബ് നോക്കി പഠിച്ചതാണെങ്കിലും കലോത്സവത്തിൽ മിന്നും പ്രകടനമാണ് കാസർഗോഡ് കസബ സ്കൂളിലെ കുട്ടികൾ കാഴ്ചവെച്ചത്. ഗോത്രകലയുടെ ഗന്ധമുള്ള മണ്ണിൽ നിന്നും സ്വയം സായുധമാക്കിയ കഴിവുകളുടെ ബലത്തിലാണ് ഇവർ മാറ്റുരച്ചത്. ആടയാഭരണങ്ങളും യൂട്യൂബ് നോക്കി സ്വന്തമായി നിർമ്മിക്കുകയായിരുന്നു ഈ മിടുക്കികൾ. കാസർഗോഡിന്റെ ചുണക്കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഈ പണിയനൃത്തം അവതരിപ്പിച്ചത്. മാലോത്ത് കസബ സ്കൂളിലെ ടീച്ചറും വിദ്യാർത്ഥികളുമാണിത്. ടീച്ചറെ, ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് യൂട്യൂബ് നോക്കിയാണ് കുട്ടികൾ ഇത് പഠിച്ചത്. എത്ര കാലം കൊണ്ടാണ് ഈ പഠനമൊക്കെ കുട്ടികൾ പൂർത്തിയാക്കിയത്? ഞങ്ങള് സബ് ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് തുടങ്ങിയതാണ്. കഴിഞ്ഞ വർഷം മംഗലംകളിയിൽ ഞങ്ങളുടെ കുട്ടികൾ സ്റ്റേറ്റിലെത്തിയിരുന്നു. അപ്പോൾ ഈ വർഷം മംഗലംകളി എത്തുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പാളിന്റെ അങ്ങേയറ്റത്തെ താല്പര്യം കൊണ്ട് മംഗലംകളിയോടൊപ്പം വേറെ ഈ ഗോത്രകലാ വിഭാഗത്തിൽ തന്നെ 1-2 ഐറ്റം കൂടി എടുക്കണം തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പണിയനൃത്തവും മലപ്പുള്ളിയാട്ടം എടുത്തു. മലപ്പുള്ളിയാട്ടം ജില്ലയിൽ സെക്കൻഡ് വരെ എത്തി. ഇവർ രണ്ടും പണിയനൃത്തവും മംഗലംകളിയും ഈ സ്റ്റേജ് വരെ എത്തി. കുട്ടികൾ ആദ്യമായിട്ടാണോ ഈ കലോത്സവ വേദിയിൽ? തീർച്ചയായും അതെ. കുട്ടികൾ ആദ്യമായി സ്റ്റേജിൽ കയറിയ കുട്ടികൾ കൂടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പം ഈ ഒരു കലാരൂപം അവതരിപ്പിക്കാൻ പറ്റിയതിലൂടെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട്. തീർച്ചയായും അവർ സ്റ്റേജിനെ അഭിമുഖിച്ചു. ഈ സദസ്സിനെ ആദ്യം കാണുന്നത് മറ്റേത് ഗോത്രവിഭാഗ കുട്ടികൾ ഒരുപാട് സ്കൂളുകളിൽ അത് ഈ 2 ഗോത്രവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രമേ എടുക്കുന്നുള്ളൂ. കലാരൂപമായ മംഗലംകളി, കാസർഗോഡ് കലയായ മംഗലംകളി, വയനാടിൻ പണിനൃത്തത്തിലും കുട്ടികളും മാത്രമാണ്. ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയാന്ന് ചോദിച്ചാ അങ്ങനെ പറയാനറിയില്ല. സന്തോഷം തോന്നുന്നുണ്ട്. നിരഞ്ജന, അനുശ്രീ, ദേവിക, ശ്രീരേഖ, ശ്യാമിലി. എത്ര ദിവസം കൊണ്ടാണ് നിങ്ങളിത് പഠിച്ചെടുത്തത്? ഞങ്ങള് സബ് ജില്ല മുതൽ സബ് ജില്ലക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്തത് ഇടം വരെ. യൂട്യൂബ് നോക്കിയാണെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് ഇവർ കാഴ്ചവെച്ചത്. വരും ദിവസങ്ങളിലും കൂടുതൽ ക്ഷേത്രകലകളിൽ ഇവർ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിലും ഫസ്റ്റ് അടിക്കാനുള്ള ഊർജം ഇവർ ഇതിനോടകം തന്നെ കരസ്ഥമാക്കിയിട്ടുണ്ട്.